മോപ്ല എന്ന നോവൽ രചിക്കപ്പെടുന്ന 1924 എഴുതിയ ആളുടെ പേര് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. വിനായക് ദാമോദർ സവർക്കർ, VD സവർക്കർ. ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സവർക്കർ എഴുതിയ നോവലാണ് മോപ്ല. മോപ്ല എന്നുള്ള നോവലിന്റെ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ഈ നാട്ടിൽ നടന്ന സമരമാണ്, മലബാർ സമരം. മലബാർ കലാപത്തെ കുറിച്ച്, ബ്രിട്ടീഷുകാർ മാപ്പിള ലഹള എന്ന് വിളിച്ച മലബാർ സമരത്തെ കുറിച്ച് ഒരു തവണ പോലും മലബാറിൽ വരാത്ത VD സവർക്കർ എഴുതിയ നോവലാണ് മോപ്ല എന്ന് പറയുന്ന നോവൽ. 1921 മലബാർ സമരം ഉണ്ടാവുന്നത്. അതിന് 3 വർഷം കഴിയുമ്പോൾ അദ്ദേഹം ഈ നോവൽ എഴുതി. ഈ നോവൽ മറാത്തി ഭാഷയിലാണ് എഴുതുന്നത്, മോപ്ലാൻചെ ബ്ലാഞ്ച്. ഈ 3 വർഷങ്ങൾക്ക് ശേഷം എഴുതുന്ന നോവൽ വരുന്ന ഏതാനും വർഷങ്ങൾക്കകം തന്നെ ഇംഗ്ലീഷിലടക്കമുള്ള ഭാഷകളിലെല്ലാം തർജ്ജമ ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെമ്പാടും വിറ്റഴിക്കപ്പെട്ടൊരു നോവലാണ് ആ കാലത്ത് ഈ മോപ്ല. ആ നോവൽ വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. ആ നോവലിൽ പ്രതിപാദിക്കുന്നത് നമ്മൾ ഇന്ന് ഈ സാഹിത്യോത്സവം നടക്കുന്ന പെരിന്തൽമണ്ണ അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ ആ നോവലിലുണ്ട്. ഇവിടെയെല്ലാം ഹിന്ദു ഗൃഹങ്ങളിൽ കയറി ക്രൂരമായി ഹിന്ദുക്കളെ വെട്ടിക്കൊന്ന മുസ്ലിം കാപാലികർ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നോവലിൽ ചിത്രീകരിക്കുന്നത്. അതായത് ഹിന്ദുക്കളുടെ വീട്ടിൽ പോയി ക്രൂരമായി ഹിന്ദുക്കളെ കൊലപാതകം നടത്തിയിരുന്ന, ഹിന്ദു സ്ത്രീകളെ റേപ്പ് ചെയ്തിരുന്ന, കുട്ടികളെ കൊന്നിരുന്ന ഒരു ഭീകരമായ ഹിന്ദു വിരുദ്ധ കലാപം മുസ്ലിങ്ങൾ നയിച്ചതിന്റെ ഒരു ചിത്രമാക്കി മലബാർ സമരത്തെ എഴുതുകയാണ് VD സവർക്കർ ചെയ്തത്. അതുണ്ടാക്കിയ ഒരു അപകടം ചെറുതല്ല. ഇന്ത്യയിലെമ്പാടും തന്നെ മലബാർ സമരം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ ഒരു വർഗീയ കലാപമാണ് എന്ന നിലയ്ക്കൊരു ചിത്രം വളരെ നിഷ്കളങ്കരായ വായനക്കാരുടെ മനസ്സിലേക്ക് കുത്തിവെക്കുകയാണ് സത്യത്തിൽ സവർക്കർ ചെയ്തത്.